കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്ക് കാലിന് മുറിവേറ്റത് പ്ലാന്റേഷൻ മേഖലയിൽ വലിച്ചെറിഞ്ഞ കുപ്പികളിൽ ചവിട്ടിയത് മൂലം ആകാമെന്ന നിഗമനം. ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമെങ്കിൽ ചികിത്സ ലഭ്യമാക്കുമെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അതേസമയം ആന ഇന്ന് രാവിലെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും പുഴ കടന്ന പ്ലാന്റേഷൻ മേഖലയിൽ എത്തി. അതിരപ്പള്ളി മേഖലയിൽ ഇന്ന് പ്രധാനമായും വനം വകുപ്പിന്റെ ഒരു ഡ്രൈവ് നടക്കുകയാണ്. വാഴച്ചാൽ DFOയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വന്യമൃഗങ്ങൾക്ക് ഈ പൊതുജനങ്ങൾ ഇതിലൂടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്ന ചില്ലുകുപ്പികൾ ഉൾപ്പെടെയുള്ളവ വലിയ തോതിൽ അവയ്ക്ക് മുറിവ് ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന കാട്ടാനയ്ക്ക് കാലിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയിരുന്നു. അതിന്റെ ആ ഒരു മുറിവിന്റെ ആഴം ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ വനം വകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ളൊരു ഡ്രൈവ് കൂടി നടത്തുന്നത്. നമ്മളോടൊപ്പം വാഴച്ചാൽ DFO കൂടിയുണ്ട്. മാഡം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണോ കണക്കാക്കുന്നത്? അല്ല, വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് പരാതികൾ ഈ ഒരു ടൂറിസം മേഖലയാണല്ലോ. അപ്പോൾ ഇന്ത്യയിൽ കൂടെ വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ നിന്ന് വെള്ളം അടിക്കുന്നു, ഇങ്ങനെ ബിയർ ബോട്ടിൽസ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഏരിയയിൽ അലക്ഷ്യമായിട്ട് ഇട്ട് പോകുന്നുണ്ട്, അത് പൊട്ടിച്ച് കളയുന്നു. ഇതെല്ലാം ആനകളുടെ കാലിൽ കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ നേരത്തെ മുതൽ പരാതി. ഞങ്ങളൊരു ഡ്രൈവ് നടത്തിയതായിരുന്നു. അത് പക്ഷേ നമ്മുടെ സ്റ്റാഫ് മാത്രമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ഡ്രൈവ് നടത്തിയിരുന്നു. പക്ഷേ ഇതൊരു സ്ഥിരം പ്രശ്നമാണെന്ന് കണ്ടിപ്പം ഏഴാറ്റുമുഖം ഗണപതി എന്നറിയപ്പെടുന്ന ആ ഒരു ആനയ്ക്കും കാലിനൊരു പരിക്കുണ്ടെന്നുള്ളത് നമ്മൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ പാദത്തിലേറ്റ പരിക്ക് ചിലപ്പോൾ പൊട്ടിയ കുപ്പികളിൽ നിന്നാവാം, അല്ലെങ്കിൽ മുള്ളുവേലി അബാൻഡൻഡ് ആയിട്ട് കിടപ്പുണ്ട്, അത് ചവിട്ടിയത് കൊണ്ടാവാം. അതുകൊണ്ട് നമുക്ക് ഒരു ഡ്രൈവ് നടത്താം എന്ന് തോന്നി. ഇപ്പോൾ നമ്മുടെ വാച്ചേഴ്സ് PCKക്കാരുടെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ഇൻക്ലൂഡ് ചെയ്ത് ഇപ്പോൾ നിങ്ങളും നമ്മുടെ കൂടെ സഹകരിക്കുന്നു. നിങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട്, മാധ്യമപ്രവർത്തകരെ ചേർത്തുകൊണ്ട് ഒരു ഡ്രൈവ് നമുക്ക് ഇനി ഇങ്ങനെ ഒരു സ്ഥിരം ഇതൊരു മാസത്തിലോ അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ ഒരു പരിപാടിയാക്കാനായിട്ടൊരു ഉദ്ദേശമുണ്ട്. ഒരു സാമൂഹിക ഉത്തരവാദിത്തമായി ആളുകൾ കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വലിച്ചെറിയുന്ന കുപ്പികൾ എത്രത്തോളം ഈ മൃഗങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് വനംവകുപ്പ് ഇത്തരത്തിലൊരു ഡ്രൈവിലൂടെ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഡ്രൈവുകൾ ഇനിയും വരും ദിവസങ്ങളിലൊക്കെ തുടരും എന്നുള്ളതാണ് DFO അറിയിച്ചിരിക്കുന്നത്. ആനത്താരകളാണ് പ്രധാനമായും ഇത്തരത്തിൽ ഈ കുപ്പി ചില്ലുകളൊക്കെ മാറ്റുന്ന ജോലികളൊക്കെ തന്നെ എന്തായാലും പ്രധാനമായും നടത്തുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.